യെസ്, ഞാൻ തിരികെ എത്താം. ശ്രീ രാജു വാഴക്കാല, 1600 രൂപ എന്നുള്ളൊരു ക്ഷേമ പെൻഷൻ ഇത് കൊടുക്കാൻ പോലും കഴിവില്ലാതെ നിൽക്കുന്ന സർക്കാർ എന്ന് മനസ്സിലാക്കണോ? അതോ കോടതി വിമർശിക്കുന്നത് പോലെ ആഘോഷങ്ങൾക്ക് പണം ഉണ്ടല്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധൂർത്ത് നടത്താൻ പണമുണ്ടല്ലോ, ഈ ചെറിയ തുച്ഛമായിട്ടുള്ള തുക കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട കേസായിട്ട് ആയിരിക്കില്ലല്ലോ പറയുന്നുണ്ടാവുക. ആ രീതിയിലുള്ള പരാതികൾ ഇനിയുമുണ്ട് എന്ന് പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിനകത്തെല്ലാം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ സംസ്ഥാനത്തുടനീളം യാത്ര നടത്തുകയാണ് എന്ന് പറയുന്ന സർക്കാർ ഈ പൾസൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കോടതി മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ തിരിച്ചറിയേണ്ടത്? അങ്ങനെയൊന്നുമല്ല തിരിച്ചറിയേണ്ടത്. ഇപ്പോ ശ്രീകുമാർ സാർ ചർച്ചയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. തനി എന്താ പറയുക, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കും. അതിനു മുമ്പ് പങ്കെടുത്ത പാനലിസ്റ്റ് പറഞ്ഞ എനിക്ക് അറിയില്ല, പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ മറിയക്കുട്ടി ഇന്ന് ഹൈക്കോടതിയിൽ പെൻഷൻ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് കേസിന് പോയതിൽ ഒരു കാര്യം സത്യം എനിക്ക് സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, പെൻഷൻ അവകാശമാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നത് അത് എന്നാ വന്നത്? ഈ 2016 ശേഷം. ഞാൻ ഒരു കാര്യം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്ക് അവസരം തരണം. മറ്റു രണ്ട് പാനലിസ്റ്റ് പറഞ്ഞ് ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഈ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ 18 മാസത്തെ പെൻഷൻ എൻ്റെ അമ്മയ്ക്ക് ഉൾപ്പെടെ കിട്ടാനുണ്ടായിരുന്നു. ആ വർഷം ആദ്യ ഓണത്തിന് 12,800 രൂപ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താണ്. കൈ നീട്ടി വാങ്ങിയാണ് എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ വീടിന്റെ അടുത്തുള്ള കർഷക തൊഴിലാളികൾക്ക് ഈ പൈസ 100ന്റെ കെട്ടുകൊണ്ട് കൊടുത്തപ്പോൾ ബോധം കെട്ട് വീണ അവസ്ഥ വരെ പല ഈ പെൻഷനേഴ്സിനും നേരിട്ട് ബോധ്യപ്പെട്ട് ഉള്ള കാര്യം പറഞ്ഞ, മറ്റുള്ള രാഷ്ട്രീയ ചർച്ചയിൽ പറഞ്ഞ വസ്തുതകളല്ലാത്ത പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അവതാരക പറയുന്നതല്ല, ഇതൊക്കെ നേരിട്ട് കണ്ടുള്ള അവസ്ഥയാണ്. നമുക്ക് നിങ്ങൾ കേരളത്തിലുള്ള 59 ലക്ഷത്തോളം പെൻഷനേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും. ഇല്ലെങ്കിൽ അവർക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ വരുന്നവരെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചറിയാം അവർക്ക് ആ വർഷം മുതൽ എങ്ങനെയാണ് പെൻഷൻ കിട്ടിയത്. ആ പെൻഷൻ 2016 മുതൽ 21 വരെ, ഈ 23 ആദ്യം വരെ കൃത്യമായിട്ട് ഈ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ അത് എങ്ങനെയാണ് കുടിശ്ശികയായതുള്ളതെന്നൊക്കെ നമുക്ക് ഒന്ന് വസ്തുതപരമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് 2021 ജാനുവരി മുതൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട്. അപ്പൊ എല്ലാവരും പറയും കേന്ദ്ര സർക്കാരാണ് മുഴുവൻ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തുലോം ചെറിയ 200-300 രൂപയാണ് ഒരു പെൻഷന്റെ വിഹിതമുള്ളത്. ബാക്കിയുള്ള സിംഹഭാഗവും 1600, 1300, 1400 സംസ്ഥാന വിഹിതമാണ്. ഞാനത് കഴിഞ്ഞ വിഷുവിന് RT പ്രകാരം രേഖകളെടുത്ത് വാർത്ത ചെയ്താണ്. നിങ്ങൾക്ക് അപർണയ്ക്കൊക്കെ അറിയാം. ഈ വസ്തുതകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പല പദ്ധതികളിലെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുക ലഭിക്കേണ്ട ഫണ്ട് കൃത്യമായിട്ട് തരാതിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം പോലും ഞാൻ RT പ്രകാരം എടുത്തൊരു വാർത്ത ചെയ്തതാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് 400 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 31 കോടി രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുക ഈ ഡിസംബർ വരെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഒരു എന്താ പറയുക, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ഫണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ കണക്കുകൾ നൽകിയിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയും. സ്വാഭാവികമായിട്ട് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക്. രണ്ട് കാര്യം ശ്രീ രാജു വാഴക്കാല, ഞാൻ ഇടപെട്ട് ചോദിക്കുന്ന രണ്ട് കാര്യം എനിക്ക് പറയാൻ അവസരം തരണം. ഞാൻ ഇവര് പറഞ്ഞതപ്പോ ഒന്നും ഞാൻ ഇടപെട്ടില്ല. ഇവര് പറഞ്ഞ ഏകദേശം ഓരോ സൈഡുകൾ നിന്ന് ഈ പെൻഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥ വസ്തു എന്താണെന്ന് ഈ അവതാരക പോലും അത് ഇടപെട്ട് സംസാരിച്ചില്ല. ഈ ഞാൻ പറഞ്ഞോളൂ, ഈ പെൻഷന്റെ അവകാശം എന്നാണ് മറിയക്കുട്ടിയെ പോലുള്ള എൻ്റെ അമ്മ അച്ഛനൊക്കെ പോലുള്ളവർക്ക് തോന്നി തുടങ്ങിയത് എന്ന് മുതലാണ്. വെറും 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 18 മാസത്തെ കുടിശ്ശികിട്ട് പോയി. ഒന്നാം പിണറായി സർക്കാർ 1000 ആക്കി, അത് 1600 നിന്ന് നിൽക്കുന്നു. ആ പെൻഷൻ കിട്ടിയപ്പോ ആ പാനലിസ്റ്റ് പറഞ്ഞ പോലെ മരുന്ന് വാങ്ങിക്കാനും അപ്പൊ അവർ നിത്യച്ചെലവിന് ശരിയാണ്. പക്ഷേ ഇത് എങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു എന്ന് മുതലാണ് കുടിശ്ശിക വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാന സർക്കാരിന് 57,000 കോടി രൂപയോളം വിവിധ ഫണ്ടുകളിൽ നൽകാനുണ്ടെന്ന് പറയുന്നു. ഇതിൽ 50,000 രൂപ 50,000 കോടി കിട്ടിയാൽ തന്നെ വീണ്ടും 7,000 കോടി ഖജനാവിൽ മിച്ചമാണെന്നും എല്ലാം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയാണ് തെറ്റായ വസ്തുതകൾ മറ്റു പാനലിസ്റ്റുകളും മറ്റു രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആർജവം പാനലിസ്റ്റ് അപർണയ്ക്കുണ്ട്. പക്ഷെ അത് പറയാതെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ കേൾക്കുന്ന നമ്മുടെ ഈ ശ്രീ രാജു വാഴക്കാല പറയുന്നതിൽ ഒരു വിഷയമുണ്ട്. അവകാശമാണെന്ന് തോന്നി, ഇപ്പോഴാണ് അവകാശമാണെന്ന് അവർ മനസ്സിലാക്കിയത് എന്ന് പറയുന്നിടത്ത് അത് ഇതുവരെ അവകാശമായിരുന്നില്ലേ? സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമാക്കി കണക്കാക്കണമായിരുന്നോ ഈ പെൻഷനെ? സെസ് പിരിക്കുമ്പോൾ അതിന് ആർജവം കാണിക്കുമ്പോൾ അതിന് സഹകരിക്കുന്ന ഒരു ജനതയുള്ള സംസ്ഥാനമാണ്.
പെൻഷനെ പിന്നെ ഏത് രീതിയിലായിരുന്നു കണക്കാക്കേണ്ടിയിരുന്നത് ഇതുവരെ? അല്ല അപർണ, അപ്പൊ അവകാശം എന്ന് പറഞ്ഞ ഔദാര്യമല്ല, അവകാശം തന്നെയാണ്. പക്ഷെ ഈ അവകാശം 2016 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയപ്പോ ഒരു മറിയക്കുട്ടിയും ഒരു തങ്കമ്മ ചേച്ചിയും ഒരു കുഞ്ഞപ്പൻ ചേട്ടനെയും ഈ കേരള സമൂഹത്തിൽ കണ്ടില്ല കേസ് കൊടുക്കാനോ അതിന് പ്രതിഷേധിക്കാനോ ഒന്നും. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞതായിട്ട് വക്കീലുമാര് പിരിവിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം. എന്തുകൊണ്ട് ഇവർ ഇപ്പോ 5 ലക്ഷത്തോളം പേരെ പെൻഷൻ ഇപ്പോ കട്ടായി പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർ പെൻഷൻ കൃത്യമായിട്ട് മാസ്റ്റർ ചെയ്യുകയോ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യാത്തവരെ കട്ടായി പോകുന്നുണ്ട്. അത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കുന്നവർക്ക് ആ പെൻഷൻ. അല്ല ശ്രീ രാജു വാഴക്കല, രണ്ട് വിഷയമുണ്ട്. സംസ്ഥാനം ഞെരുങ്ങുകയാണ്, വരുമാനം കിട്ടുന്നില്ല, വിഹിതം കിട്ടുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ അനാസ്ഥ കാണിക്കുന്നു എന്ന് പറയുന്നിടത്ത് അപ്പോഴാണ് കോടതി പറയുന്ന ആ ഒരു പോയിന്റ് കൂടിയുണ്ട്. ധൂർത്ത് കാണിക്കുകയാണ്, ആഘോഷങ്ങൾ നടത്തുകയാണല്ലോ. അതായത് ഈ രീതിയിലാണെങ്കിൽ ചെലവറിഞ്ഞ് വരവറിഞ്ഞ് ചെലവ് ചെയ്യണമെന്ന് പറയുമല്ലോ. ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ സംസ്ഥാനം പാലിക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു എന്ന് കരുതണ്ടേ? ആ കോടതിക്ക് നിരീക്ഷിക്കാമല്ലോ. ഞാൻ പറയും എന്താണ് ധൂർത്ത്? ഈ സംസ്ഥാന 14 ജില്ലകളിലും മന്ത്രിമാരുൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേൾക്കാനും എന്ത് ദൂർത്താണ്? ഖജനാവിൽ നിന്നും ഒരു പൈസ പോലും എന്ന് പറയുന്നുണ്ട്. എനിക്ക് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കിട്ടേണ്ട വിഹിതം കൃത്യമായിട്ട് കിട്ടാത്ത കാര്യം എന്തുകൊണ്ട് മറ്റ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും ഈ പറഞ്ഞ കോടതികളോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരും ഉന്നയിക്കുന്നില്ല? ഇപ്പൊ കിട്ടേണ്ട ചെണ്ട കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ ഈ ചർച്ചകളും ഈ വസ്തുതകളില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്രയൊക്കെ മൂടി വെച്ചാൽ യഥാർത്ഥ വസ്തുത ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നിങ്ങൾ എന്തൊക്കെ നുണ പറഞ്ഞാലും എന്തൊക്കെ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്തിയാലും അതെല്ലാം ഒരു നാൾ സൂര്യൻ നമുക്ക് ഒരു കാര്യം അവസ്ഥയിലേക്കാണ് ഞാനൊന്ന് തിരികെ എത്താം ശ്രീ രാജു വാഴക്കല, ഞാൻ തിരികെ എത്താം.